Rajarani എന്ന് പറയുന്ന ഒരു പടം ഒരു ജസ്റ്റ് നോട്ട് എ കോമഡി ഫിലിം, ഒരു വെറും കോമഡി അല്ലാണ്ട് ഒരു ഇമോഷണൽ ഫിലിമാണ്. പൊതുവെ ത്രൂ ഔട്ട് കോമഡി ഫിലിമിൽ അല്ലെങ്കിൽ ഒരു ആക്ഷൻ കോമഡി അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ അധികം തമിഴ് സിനിമയിൽ വരത്തുള്ളൂ. ബട്ട് ഇത് വന്നിട്ട് ഒരു ഇമോഷണൽ ഫിലിം, ഇമോഷൻ വിത്ത് ലോട്ട് ഓഫ് ഫൺ, ലോട്ട് ഓഫ് കോമഡി. അപ്പോൾ ഒരു കുറേ സീൻസ് നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സീൻ നമ്മൾ കണ്ണ് വിൽ ബി വാട്ടറിങ്, ചിലപ്പോൾ കരഞ്ഞു പോകും, അത്രയ്ക്ക് ഒരു ഇൻറ്റൻസ് സീൻ വരും. പിന്നെ അത് കഴിഞ്ഞ ഉടനെ ഒരു കോമഡി സീൻ വരും. സോ റോളർ കോസ്റ്റർ ഓഫ് ഇമോഷൻ, ഒരു ചിരിക്കും പിന്നെ കരയും പിന്നെ ചിരിക്കും. സോ ഇറ്റ്സ് റിയലി നൈസ് ആൻഡ് ലോട്ട് ഓഫ് റൊമാൻസ്. ആൻഡ് പടത്തിൻ്റെ മേക്കിംഗ് വളരെ ഒരു ഹൈ സ്റ്റാൻഡേർഡ് മേക്കിംഗ് ആയിരിക്കും, ബ്യൂട്ടിഫുൾ മേക്കിംഗ്, ഒരു ഭയങ്കര റിച്ച്നെസ് ഉണ്ടാവും പടത്തിൽ. സോ ഇത് ഇങ്ങനത്തെ ഒരു പടം വന്നിട്ട് കുറേ കാലമായി, തമിഴ് സിനിമയും ശരി മലയാള സിനിമ ആയാലും. സോ അതൊരു കറക്റ്റ് ഒരു ലവ് സ്റ്റോറി, ഒരു എല്ലാം ഒരു പടത്തിൽ എന്തെല്ലാം വേണോ അതെല്ലാം ഒരു കറക്റ്റായ മീറ്ററിൽ വന്നൊരു പടമാണ് രാജാറാണി. സോ അത് കേരളത്തിൽ ഇത്ര വലിയൊരു സ്വീകരണം വളരെ സന്തോഷമായ ഒരു വിഷയം. കുടുംബചിത്രം അങ്ങനെ സെലക്ട് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല, കറക്റ്റായി വന്ന് എനിക്ക് ഓഫർ ചെയ്യുന്നതാണ്. അത് ഒരു ആ കറക്റ്റ് ടൈം, ആ കറക്റ്റ് മൂഡിൽ നമ്മൾ ആ സ്ക്രിപ്റ്റ് നന്നായിരിക്കണം. ജസ്റ്റ് ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പടം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതെന്നെ നോക്കി നമ്മൾ ചെയ്യാൻ പറ്റില്ല. ഒരു സ്ക്രിപ്റ്റ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫാമിലി നല്ലൊരു സ്ക്രിപ്റ്റ് കേൾക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി വരും. അതേപോലെ വന്നതാണ് രാജാറാണി. സോ സ്ക്രിപ്റ്റ് കേട്ട ഉടനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, മെയിനായി പടത്തിൻ്റെ ഡയലോഗ്സെല്ലാം. സോ കേട്ട ഉടനെ ചെയ്യണമെന്ന് തീരുമാനിച്ചത്. ഇല്ല, ഇത് മെയിൻ കോൺസെപ്റ്റ് ഓഫ് ദ ഫിലിം എന്ന് വെച്ചാൽ ദേഴ്സ് ലവ് ആഫ്റ്റർ എവറി ലവ് ഫെയിലിയർ, ദേഴ്സ് ലൈഫ് ആഫ്റ്റർ ലവ് ഫെയിലിയർ. മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ അധികം സിനിമ കാണി ലവ് ഫെയിലിയർ ആയ ഉടനെ ഭയങ്കരമായിട്ടൊരു താടിയെല്ലാം വെച്ച് ഇല്ലെങ്കിൽ കുടിച്ച് ഇല്ലെങ്കിൽ ഒരു ലൈഫേ ഫെയിലിയർ ആയതൊക്കെ ഒരു കോൺസെപ്റ്റാണ് യൂഷ്വലി ഒരു ഹൈ ഡ്രാമ ഓഫ് ലവ് സ്റ്റോറീസിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ബട്ട് റിയൽ ലൈഫിൽ ഇപ്പോൾ പൊതുവെ എല്ലാവർക്കും ഒരു ലവ് ഉണ്ടാവും, അത് ബ്രേക്കപ്പ് ആവും, പിന്നെ ഒരു ലവ് വരും. സോ ഫൈനലി ഇറ്റ്സ് ലൈഫ്. സോ ലൈഫ് ഗോസ് ഓൺ. സോ ലവ് ഫെയിലിയർ ആയിട്ട് അതുകൊണ്ട് അടുത്തൊരു ലവ് ഉണ്ടാകാൻ ചാൻസേ ഇല്ല എന്ന് പറയുന്നത് ടോട്ടൽ ഫൂളിഷ്നെസ്. സോ ഇറ്റ്സ് പ്രാക്ടിക്കാലിറ്റി ഓഫ് ലൈഫ്. സോ ആ ഒരു കോൺസെപ്റ്റ് എടുത്തിട്ടാണ് ഡയറക്ടർ ചെയ്തിട്ടുള്ളത്. ഐ തിങ്ക് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, ഇറ്റ്സ് പ്രാക്ടിക്കൽ. ഇപ്പോൾ ഇല്ല ട്രെൻഡിൽ എല്ലാവരും ലൈഫിൽ നടക്കുന്ന ഒരു സംഭവമാണ്. ആൻഡ് ഇപ്പോൾ ഈ പടം കാണുമ്പോൾ എല്ലാവർക്കും ഒരു വിഷയം റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മാരീഡ് കപ്പിളിന് ഒരു വിഷയം റിലേറ്റ് ചെയ്യാം, ഡിവോഴ്സ്ഡ് കപ്പിൾ ഓർ യങ്സ്റ്റേഴ്സ് ഹു ആർ ലവേഴ്സ് who had their first love. സോ ഇങ്ങനെ കുറേ ഒരു മിക്സ്ചേഴ്സ് ഓഫ് ഇമോഷൻ, ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് ഈ പടത്തിൽ. സോ ഈ പടം കാണുമ്പോൾ എവിടെയെങ്കിലും ഒരു സീൻ നമ്മുടെ ലൈഫിൽ നടന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും. സോ അതാണ് ഈ പടത്തിൻ്റെ ഒരു വലിയൊരു പ്ലസ് പോയിൻറ്റ്. ഇപ്പോൾ നയൻതാരയോട് ലാസ്റ്റ് ചെയ്ത പടം വന്നിട്ട് ബോസിംഗർ ഭാസ്കരൻ. അതാണ് നയൻതാരക്ക് ലാസ്റ്റ് മലയാളത്തിൽ റിലീസായ പടം, വലിയൊരു ഹിറ്റായിരുന്നു. സോ ഈ പടം നയൻതാരക്ക് തമിഴിലൊരു കംബാക്ക് ഫിലിമായിരുന്നു. അതൊരു പ്ലാൻ ചെയ്തതല്ല, ബട്ട് ആ ഇതിലങ്ങനെ സെറ്റിങ്ങിൽ വന്നു പോയതാണ്. സോ ഒരു കംബാക്ക് ഫിലിം, അത് ആഫ്റ്റർ ബോസിംഗർ ഭാസ്കരൻ ഈ പടം എന്ന് പറയുമ്പോൾ വലിയ എക്സ്പെക്റ്റേഷൻ ഉണ്ടായി. അതേ നയൻതാര സന്താനം കോമ്പിനേഷൻ. സോ ഒരു വലിയൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. അത് കുറച്ച് ഒരു റിസ്കി ആയ ഒരു ഫാക്ടറാണ് ആ എക്സ്പെക്റ്റേഷൻ. ബട്ട് ആ എക്സ്പെക്റ്റേഷൻ, ബിയോണ്ട് ദാറ്റ് എക്സ്പെക്റ്റേഷൻ വി ഗേവ് ദ ഫിലിം. സോ അതാണ് ഈ സക്സസിൻ്റെ ഒരു വലിയൊരു കാരണം. നസീറിയ വന്നിട്ട് ഇപ്പോൾ കാണുമ്പോൾ ഭയങ്കര ഒരു ബബ്ലി എനർജറ്റിക് ക്യാരക്ടറാണ് ഇപ്പോൾ റിയൽ ലൈഫിലും. ആ എനർജി വന്നിട്ട് സ്ക്രീനിൽ ട്രാൻസ്ഫോം ചെയ്യുന്നത് ഒരു കഷ്ടമായ ഒരു സംഭവമാണ്. ബട്ട് വെരി എഫേർട്ട്ലെസ്ലി. ഇപ്പോൾ ചില ആക്ടേഴ്സ് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കാണാൻ ഒരു എഫേർട്ട്ലെസ് ആയിട്ട് അഭിനയിക്കുക, ഒരു ആക്ടിങ് ചെയ്യുന്ന പോലെ തോന്നില്ല. സോ ഇൻ ദാറ്റ് കാറ്റഗറി ബോത്ത് നയൻതാര ആൻഡ് നസീറിയ വിൽ ഫിറ്റ് ഇൻ. സോ അവരുടെ പടത്തിൽ മെയിനായിട്ട് അവരുടെ പെർഫോമൻസാണ് എല്ലാവരും സംസാരിക്കുന്നത്. സോ ബ്രില്യൻ പെർഫോമൻസ് ആയി. രാജാറാണി വന്നിട്ട് ഹസ്ബൻഡ് ക്യാരക്ടറിൽ കുറേ ഒരു ഹെഫ്റ്റി, ഒരു വെയിറ്റായ ഒരു ഇൻട്രസ്റ്റില്ല, ഒരു ലുക്സിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു ഹസ്ബൻഡിൻ്റെ ഒരു ഫീലാണ്. അതേ ഫ്ലാഷ് ബാക്ക് വരുമ്പം നസീറിയൻ്റെ ഉള്ള പൊസിഷൻ വളരെ യങ് ആയിട്ടുള്ള ഒരു പൊസിഷനായിട്ട്, അതിന് വേണ്ടിയിട്ട് ഒരു 11 to 12 kgs ഞാൻ ആ ഈ പൊസിഷനായിട്ട് ഒരു റെഡ്യൂസ് ചെയ്തിരുന്നു. സോ ഒരു ഡിഫറൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ വെറും കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്ത് മാത്രം ഒരു ഡിഫറൻസ് മാത്രമേ ഉണ്ടാവും. സോ ഐ പുട്ട് ഓൺ വെയിറ്റ് ഫോർ ദാറ്റ് ഹസ്ബൻഡ് ക്യാരക്ടറിന് ചെയ്യാൻ വേണ്ടി കുറച്ച് വെയിറ്റ് അധികമായിരുന്നു.
So I cut down that weight and I did that flashback. ഒരു വലിയ സന്തോഷം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മൂവി ചെയ്യുന്നത് അക്രോസ് ഓൾ ബാരിയേഴ്സ് ആൻഡ് ഓൾ ലാംഗ്വേജസ്. സോ അത് വേറൊരു സ്റ്റേറ്റിൽ അത് വേറൊരു ലാംഗ്വേജ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു വലിയൊരു ഭാഗ്യമാണ്. പ്ലസ് ഒരു കോൺഫിഡൻസ് തരുന്നത്. ഓക്കെ, നമ്മൾ നല്ല പടങ്ങൾ നല്ലൊരു സ്ക്രിപ്റ്റോടെ ചെയ്തെങ്കിൽ എല്ലാ ലാംഗ്വേജിലും കേരളത്തിലും കർണാടകയിലും ആന്ധ്രയിലും കാണുന്നുള്ളൊരു വിശ്വാസം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. സോ ഇറ്റ്സ് വെരി ഹെൽത്തി ആസ് എൻ ആക്ടർ. ഇല്ല, ഞാൻ കുറേ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് മലയാളിയാണെന്ന്. ബിക്കോസ് ഞാൻ ജനിച്ചതൊക്കെ കേരളത്തിലാണ്, പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെന്നൈയിലേക്ക് പോയത്. ബട്ട് മലയാളത്തിൽ പടം ചെയ്യണമെന്ന്, പടത്തിൽ അഭിനയിക്കണമെന്ന് എനിക്കൊരു ഐഡിയ, അങ്ങനെ ഒരു ചാൻസ്, ഒരു ഹീറോ ആവുമെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. സോ ചെന്നൈയിൽ പഠിച്ച് വളർന്ന് മോഡലിംഗ് ചെയ്ത് അത് സ്ലോ ട്രാൻസ്ഫർമേഷൻ ഇൻ ടു മൂവീസ്. സോ അതിലങ്ങനെ ബിസി ആയിപ്പോയി. ബട്ട് ഐ ഗോട്ട് എ ചാൻസ് ഇൻ ഉറുമി. സന്തോഷ് ശിവൻ സാർ, ബിഗ് ഫാൻ ഓഫ് സന്തോഷ് ശിവൻ സാർ. സോ അവർ വിളിച്ച് ഇങ്ങനെ ഒരു ചെറിയ ക്യാരക്ടർ ഉണ്ട് ഉറുമി പടത്തിൽ വിത്ത് പൃഥ്വിരാജ്. സോ ഐ വാസ് വെരി ഹാപ്പി. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഫുൾ ഫ്ലെഡ്ജ്ഡ് മലയാളം പടം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും എനിക്കൊരു ചെറിയൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത് വലിയ സന്തോഷമുണ്ട്. ബട്ട് എന്തായാലും ഒരു നല്ല സ്ക്രിപ്റ്റ്, നല്ല ഡയറക്ടറിന് കിട്ടിയെങ്കിൽ ഞാൻ എന്തായാലും മലയാളം പടം ചെയ്യും.